കല്യാണത്തിന് വേണ്ടി ബുറുദ ടീമിനെ വിളിക്കുമ്പോൾ സമദ് സക്കാഫി പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അത് ഇത്ര ഫേമസ് ആവുന്നു. അല്ലെങ്കിലും നമ്മുടെ കേരളീയർക്ക് എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ അതിൻ്റെ പിന്നിൽ പിടിച്ച് തൂങ്ങാന്നുള്ളത് നമ്മുടെ സ്വഭാവമാണ്. അത് മാറ്റാൻ കഴിയില്ലല്ലോ മലയാളിക്ക്. അതിലിപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇരയായിട്ടുള്ളത് ഒരു ബുറുദ ടീമാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് മദഹ് പാടി നടക്കുന്ന ഒരു ബുറുദ ടീം. ഈ ഒരു വിഷയത്തിൽ അവർക്ക് ആ ഒരു പാട്ടിൻ്റെ ആ ഒരു ഹരത്തിൽ തെറ്റ് സംഭവിച്ചതാണെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ മലയാളികൾ വിടൂല മക്കളെ. എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയകളിൽ കാണുന്നത്. ആ ഒരു ചെറിയൊരു തെറ്റല്ലേ മറ്റുള്ള എന്തൊക്കെ തരത്തിലുള്ള പാട്ടുകൾ, സകലമാന തോന്നിവാസങ്ങളും വിളിച്ചു പറയുന്ന എത്രയെത്ര പാട്ടുകളാണ് മുസ്ലിം കല്യാണ വീടുകളിൽ തന്നെ അരങ്ങേറുന്നത്. അവിടെ പല അറുക്കുന്ന പല ഭാഷകൾ ഉപയോഗിച്ചിട്ടാണ് അവിടെ പാട്ടുകളൊക്കെ പാടുന്നത്. മ്യൂസിക്കും എല്ലാ ബാൻഡടി മേളവും സകലവിധ ഹറാമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയുള്ള പാട്ടുകൾ. ഇവിടെ ആ ഒരു മനോഹരമായിട്ടുള്ള സദസ്സിൽ അവരതിൻ്റെ ഒരു ആവേശത്താൽ പാടിയിട്ടുള്ള ചില വരികൾ അത് തെറ്റ് തന്നെയാണ്. അതിനാരും അതിനെ ന്യായീകരിക്കാൻ പോകുന്നില്ല. പക്ഷെ അത് പിടിച്ചിട്ട് അതിൽ മാത്രം ഇങ്ങനെ പിടിച്ച് കയറുന്നത് കാണുമ്പോൾ ചിലരുടെയൊക്കെ താല്പര്യങ്ങൾ വേറെയാണ്. അവിടെ കൃത്യമായിട്ടുള്ള ചില അജണ്ടകളാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നമ്മൾ മുസ്ലിയാക്കന്മാരും പെട്ടുപോകുന്നു എന്നുള്ളതാണ്. കണ്ടന്റിന് വേണ്ടി, റീച്ചിന് വേണ്ടിയിട്ട് ഈ ഒരു പാവപ്പെട്ട ഉസ്താദുമാരെ പിന്നിൽ മസാലയും പിടിച്ച് നടക്കുന്ന എത്ര തലക്കെട്ട് കെട്ടിയ മുസ്ലിംമാർക്കന്മാരാണ് യൂട്യൂബിലൂടെ അരങ്ങ് വാഴുന്നത്. കഷ്ടം തന്നെയാണ് നമ്മുടെ സമുദായത്തിൻ്റെ. മറ്റുള്ളവർ പോലും ഈ വിഷയങ്ങൾ അറിയുന്നത് നമ്മുടെ വീഡിയോയിലൂടെയാണ്. നമ്മൾ പ്രചരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള മോശപ്പെട്ട വീഡിയോകളിലൂടെയാണ്. അതുകൊണ്ട് സമുദായം പടച്ചോനെ എന്ന് പറഞ്ഞാൽ പടച്ചോന് കാരുണ്യവാനാണ്, എല്ലാവർക്കും പുറത്തു കൊടുക്കുന്ന. എന്ത് വലിയ തെറ്റ് ചെയ്തവനും നമുക്ക് ഉമർ അള്ളാൻ്റെ ചരിത്രം അറിയാമല്ലോ. അള്ളാൻ്റെ റസൂലിനെ വധിക്കാൻ വേണ്ടി പുറപ്പെട്ടവനാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബി. ആ സ്വഹാബി ഇന്നത്തെ സ്ഥാനം എവിടെയാണ്? റസൂലിൻ്റെ ചാരയാണ് ഉമർ അള്ളാന് കിടക്കുന്നത്. അപ്പോൾ 99 ആളെ കൊന്നവന് അവസാനം ഒരാളോട് തോപുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അയാളെയും കൊന്നു. 100 പേരെ കൊന്നവനും പടച്ചോന് സ്വർഗത്തിലേക്ക് കടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഇത്തരത്തിൽ വലിച്ചു നീട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നാൽ ആ ബുറുദ ചൊല്ലിയ ടീം ഒരുപക്ഷെ പരലോകത്ത് രക്ഷപ്പെടുമെന്ന് വരെ നമുക്ക് തോന്നിപ്പോയി. കാരണം ഒരാളെക്കുറിച്ച് അനാവശ്യമായിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ ആർക്ക് പോകും? നമ്മൾ ആരെയാണോ കുറ്റം പറഞ്ഞത് അവരുടെ അക്കൗണ്ടിലേക്ക് പോകും. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഈ പാവപ്പെട്ട ഈ ഉസ്താദുമാർ അവരുടെ നാപ്പിഴയാൽ സംഭവിച്ചിട്ടുള്ള, അബദ്ധത്തിൽ സംഭവിച്ചിട്ടുള്ള ആ ഒരു പ്രശ്നം കാരണത്താൽ അവർക്ക് ഒരുപാട് നന്മകൾ വന്ന് ചേരാൻ ഒരുപക്ഷെ അത് കാരണമായി എന്ന് വരെ നമുക്ക് തോന്നിപ്പോവുകയാണ്. അതുകൊണ്ട് വെറുതെ നമ്മൾ കഷ്ടപ്പെട്ട അമലുകളൊന്നും വെറുതെ നഷ്ടപ്പെടുത്തരുത്. ഇത്തരത്തിലുള്ള വളരെ ചെറിയ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പിറകിലൊക്കെ പോയിട്ട് നമ്മുടെ വില കളയാൻ നമ്മൾ എന്ത് ചെയ്യരുത്, ശ്രമിക്കരുത് എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്.